ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സാഗറും കൃഷും ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കാൻ രാഹുൽ വരുന്നുണ്ടെന്ന് കൃഷ് അങ്ങനെ പറയുമ്പോൾ സാഗർ എത്താമെന്ന് പറയാണ്. സാഗർ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം സുജുവിനോട് പറയുന്നുണ്ട്, നീ വേഗം റെഡിയാവ്, ഇന്ന് രാഹുൽ ബിസിനസിന്റെ ഫൈനലൈസ് തീരുമാനങ്ങൾ എടുക്കാനായി വരുന്നുണ്ട്, എൻ്റെ കൂടെ നീയും വരണമെന്ന് സാഗർ അങ്ങനെ പറയുമ്പോൾ സുജു പറയുന്നുണ്ട്, ശരി ഞാനും വരാം, ഒരു 1-2 മിനിറ്റ് അതിനുള്ളിൽ ഞാൻ റെഡിയായിട്ട് വരാമെന്ന് അങ്ങനെ പറയുകയാണ്. പിന്നീട് രാവിലെ ജയമോഹനാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹേമ അപ്പോൾ ജയമോഹനോട് സംസാരിക്കുന്നുണ്ട്, ഇന്ന് നിങ്ങളുടെ കൂടെ ഓഫീസിലേക്ക് മാനസിയും വരുന്നുണ്ടോ, അതെങ്ങനെ ശരിയാവും, അവള് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ, ഓഫീസിലുള്ളവരൊക്കെ അവളെ കളിയാക്കും, അടക്കം പറയും, സത്യാവസ്ഥ എന്താന്ന് അവര് മനസ്സിലാക്കില്ലല്ലോ, അതുകൊണ്ട് അവൾ ഇനി തൊട്ട് ഓഫീസിലേക്ക് വരണ്ട, വീട്ടിൽ തന്നെ ഇരുന്നോട്ടെ, ഇവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് ഹേമ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ജയമോഹൻ പറയുന്നുണ്ട്, അവൾ പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിച്ചു, എനിക്ക് അത്ര മതി, ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും എനിക്ക് നോക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയി കൈ കഴുകി വരികയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മാനസ വരുന്നുണ്ട്. മാനസ എന്നിട്ട് ജയമോഹനോട് പറയുന്നുണ്ട്, അച്ഛനിന്ന് ഫുൾ ടൈം ഓഫീസിൽ തന്നെ ഉണ്ടാവണം, ബാക്കി എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്ന് മാനസ അങ്ങനെ പറയുമ്പോൾ ഹേമ പറയുന്നുണ്ട്, ഇനിയെങ്കിലും മാനസേ, നീ എന്താണ് നിന്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്നെന്നുള്ള കാര്യങ്ങൾ ഞങ്ങളോടുകൂടി തുറന്നു പറയണം, നല്ലത് ചെയ്യുന്ന കുട്ടികളെക്കുറിച്ച് അച്ഛനമ്മയ്ക്കും ഒരു പേടിയും ഉണ്ടാവില്ല, പക്ഷെ നിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല പേടിയുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായ മറുപടി തരണം എന്നങ്ങനെ ഹേമ പറയുന്നുണ്ടെങ്കിലും മാനസ പറയുന്നുണ്ട്, പേടിയാണെങ്കിൽ നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയിക്കോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് ചത്തോ, എനിക്കൊരു കുഴപ്പവുമില്ല, അല്ലാതെ ഞാൻ എന്ത് പറയാനാണ്, സാഗറിൻ്റെയും കുടുംബത്തിൻ്റെയും ഒത്തൊരുമയെക്കുറിച്ച് പറയാൻ 100 നാവാണ്, എന്നാൽ സ്വന്തം കുടുംബം ഒറ്റക്കെട്ടായി ഒരു തീരുമാനമെടുക്കാൻ അമ്മയ്ക്ക് കൂട്ടുനിൽക്കാനാവുന്നില്ല, ഇത്രയും നാളായിട്ടും ഞാൻ ചതിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്കത് വിശ്വസിക്കാനായില്ലല്ലോ, എനിക്കിപ്പോൾ അമ്മയോട് ഒന്നും സംസാരിക്കാനില്ല എന്ന് മാനസ അങ്ങനെ പറയുമ്പോൾ ഹേമ പറയുന്നുണ്ട്, മറ്റാരെങ്കിലുമാണ് ഇതൊക്കെ പറയുന്നതെങ്കിൽ ഞാൻ വിശ്വസിച്ചേനെ, പക്ഷേ നിന്നെങ്ങനെ വിശ്വസിക്കാനാണ്, എനിക്കും നിന്നോടൊന്നും സംസാരിക്കാനില്ല, ഉപദേശങ്ങൾ നീ നിന്റെ അച്ഛൻ്റെ അടുത്തുനിന്ന് മാത്രം സ്വീകരിച്ചാൽ മതി, അച്ഛന് പിന്നെ മോളനുസരിച്ചില്ലെങ്കിലും ഒരു കാര്യവും ഉണ്ടാവില്ല, ഭാഗ്യം ചെയ്യണം ഒരു പ്രതികരണവും ഇല്ലാത്ത അച്ഛനെ കിട്ടാൻ എന്നും പറഞ്ഞ് ഹേമ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോവുകയാണ്. മാനസ ഹേമയോടുള്ള ദേഷ്യം ജയമോഹനെ അറിയിക്കുന്നുണ്ട്. ജയമോഹൻ പറയുന്നുണ്ട്, നീ അത് വിട്, ഓഫീസിൽ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ മാനസ പറയുന്നുണ്ട്, ഓഫീസിലെ കാര്യങ്ങളെല്ലാം ഒന്ന് നേരാക്കണം, അത്രയേ ഉള്ളൂ, ജോലിക്കാരുടെ സ്ഥാനത്ത് നിർത്തണം, അവർക്ക് അവിടെ അത്ര വലിയ അധികാരമൊന്നും കൊടുക്കണ്ട, പിന്നെ എന്നെ കാണുമ്പോൾ ആരെങ്കിലും പരിഹസിക്കുകയോ അടക്കം പറയുകയോ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള മറുപടി കൊടുക്കാൻ എനിക്കറിയാം, എനിക്കെപ്പോഴും എല്ലാവരുടെയും ജയിക്കണം എന്നൊന്നുമില്ല, പക്ഷേ അച്ഛൻ ഒരിക്കലും എവിടെയും തോൽക്കരുത്, അതെനിക്ക് നിർബന്ധമാണ്, അതുകൊണ്ട് അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്ന് മാനസ അങ്ങനെ ജയമോഹനോട് പറയാണ്. പിന്നീട് കൃഷി അങ്ങനെ തൻ്റെ ഒരു ഷർട്ട് വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്യാനായി പോവുകയാണ്. ദേവ്ജിയപ്പോൾ കൃഷിനോട്, കൃഷിയെ രാഹുൽ വരുന്ന സമയത്ത് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വാങ്ങണോ എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട്, രാഹുൽ നമ്മുടെ ആളാണ് ദേവ്ജി, അതുകൊണ്ട് വേറൊന്നും വാങ്ങണ്ട എന്ന് പറയുകയാണ്. ദേവ്ജിയപ്പോൾ ചോദിക്കുന്നുണ്ട്, നീ എങ്ങോട്ടാണെന്ന്. കൃഷി അപ്പോൾ പറയാണ്, എൻ്റെ ഈ ഷർട്ട് 2-3 പ്രാവശ്യമായി അലക്കുന്നു, പക്ഷെ അതിലൊരു കറയുണ്ട്, അത് പോകുന്നില്ല, അപ്പോൾ ഒന്നുകൂടി വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു, അതിനുവേണ്ടി മെഷീനിൽ ഇടാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ദേവ്ജി പറയുന്നുണ്ട്, പരസ്യങ്ങളിലൊക്കെ വാഷിംഗ് മെഷീനിലിട്ട അപ്പം തന്നെ കറ പോകുന്നതായി കാണാം, പക്ഷേ ജീവിതത്തിൽ അങ്ങനെയല്ല, അതുകൊണ്ട് നീ അതൊന്ന് കല്ലിൽ കൊണ്ടുപോയി കഴുകി നോക്ക്, അപ്പോൾ ചിലപ്പോൾ പോകുമെന്ന് ദേവ്ജി അങ്ങനെ പറയുകയാണ്. അങ്ങനെ കൃഷി ആ ഷർട്ട് കല്ലിൽ അലക്കാനായി പോവുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സാഗറും സുജുവും വരികയാണ്. അങ്ങനെ സാഗർ കൃഷിനോട് സംസാരിച്ചുകൊണ്ട് എന്താ കയ്യിൽ ഷർട്ട് പിടിച്ചു നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കൃഷി ആ കാരണം പറയുകയാണ്. സാഗർ അപ്പോൾ ശരി എന്നാൽ നീ പോയി അലക്കിയിട്ട് വായോ എന്ന് പറയുമ്പോൾ സുജു സാഗറിനോട് പറയുന്നുണ്ട്, സാഗർ അതിങ്ങോട്ടേക്ക് വാങ്ങ്, ഞാൻ കഴുകി കൊടുക്കാമെന്ന് പറയാണ്. അങ്ങനെ കൃഷിൻ്റെ പിന്നാലെ പോയി സാഗർ, നീ ആ ഷർട്ട് ഇങ്ങോട്ട് തായോ, ഇതൊന്നും നമ്മൾ ചെയ്താൽ ശരിയാവില്ല, ഇതൊക്കെ പെണ്ണുങ്ങൾ ചെയ്യണം, അവർക്ക് അതിൻ്റെതായ ഒരു നാക്കുണ്ടെന്ന് സാഗർ അങ്ങനെ കൃഷിനോട് പറയുന്നുണ്ട്. കൃഷി അപ്പം പറയുന്നുണ്ട്, അയ്യോ വേണ്ട, ഇത് ഞാൻ തന്നെ ചെയ്തോളാം, ഇനിയിപ്പോൾ ഇതും കൂടി ചെയ്തു തന്നിട്ട് അതിന് കണക്ക് പറയാനല്ലേ, അത് വേണ്ട, ഞാൻ കഴുകിയിട്ട് ഇതിലെ കറ പോയിട്ടില്ലെങ്കിൽ ഇത് ഞാൻ പിന്നീട് ഇടില്ല, അല്ലെങ്കിൽ പിന്നെ ഇതെടുത്ത് ഞാൻ കളഞ്ഞോളാം, അല്ലാതെ എനിക്ക് ഇനി വേറെ ആരുടെയും സഹായം വേണ്ടെന്ന് പറഞ്ഞ് കൃഷി ഷർട്ട് കഴുകാനായി പോവുകയാണ്. എന്നാൽ സുജുവിനാണെങ്കിൽ കൃഷി അങ്ങനെ എല്ലാം പറയുമ്പോൾ ഒരുപാട് സങ്കടമാവുന്നുണ്ട്. സുജു അങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞു നിൽക്കുകയാണ്. ദേവ്ജിയപ്പോൾ വന്ന് സുജുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് കൃഷി ഷർട്ട് കഴുകുന്നതും നോക്കി സാഗർ അങ്ങനെ നിൽക്കുകയാണ്. കൃഷി അങ്ങനെ ഷർട്ടും കഴുകി അത് അയയിൽ ഉണങ്ങാനിട്ട് അകത്തേക്ക് വരുന്നുണ്ട്.
പിന്നീട് സങ്കടപ്പെട്ട് നിൽക്കുന്ന സുജുവിനെ സാഗർ അങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കൃഷി വരുന്നുണ്ട്. കൃഷി എന്നിട്ട് പറയുന്നുണ്ട്, ഒരാളുടെയും സഹായമില്ലാതെ ആ ഷർട്ട് ഞാൻ കഴുകി കറ കളഞ്ഞു. ഇനി എന്തായാലും ഞാൻ ഈ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം, അലക്കിയിട്ട് ഡ്രസ്സൊക്കെ മുഷിഞ്ഞു എന്നും പറഞ്ഞ് കൃഷി അങ്ങനെ സുജുവിനെ നോക്കി റൂമിലേക്ക് പോവുകയാണ്. പിന്നീട് സാഗറിൻ്റെ വീട്ടിൽ ആൻറ്റിയമ്മയും കൃപയും മാത്രമേ ഉള്ളൂ. ആ സമയത്ത് അയൽക്കാരി സാവിത്രി അങ്ങോട്ടേക്ക് വരികയാണ്. ആൻറ്റിയമ്മ വാതിൽ തുറന്ന് എന്താണ് സാവിത്രി കാര്യമെന്ന് ചോദിക്കുമ്പോൾ സാവിത്രി തിരിച്ചു ചോദിക്കുന്നുണ്ട്, കൃപമോളില്ലേ ഇവിടെ? ആ കുട്ടിക്ക് എന്താണ് പറ്റിയത്? എന്താണ് ഇങ്ങനെയെല്ലാം സംഭവിക്കാൻ കാരണം? ഇനി എന്തായാലും കൃപമോളെ നിങ്ങൾ ഒറ്റയ്ക്ക് വിടരുത്, എപ്പോഴും അവളുടെ കൂടെ ഒരു ആളുണ്ടാവണം. എന്തെങ്കിലും കടുങ്കൈ മോള് ചെയ്തു പോയാലോ നിങ്ങൾക്ക് തന്നെയല്ലേ നഷ്ടം. ഇന്നത്തെ കാലത്തെ കുട്ടികളല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കും. കുറേ ഫ്രണ്ട്സൊക്കെ ഉള്ളതല്ലേ, അവരുടെ കൂടെ പോയി അവരെങ്ങാനും ചതിച്ചതാണോ അതോ വേറെ എന്തെങ്കിലും കാരണമാണോ എന്നൊക്കെ സാവിത്രി അങ്ങനെ ആൻറ്റിയമ്മയോട് കുത്തി ചോദിക്കുകയാണ്. ആൻറ്റിയമ്മ അപ്പം പറയുന്നുണ്ട്, നിനക്ക് എന്ത് ചോദിക്കാനും പറയാനും ഉണ്ടെങ്കിൽ സാവിത്രി അത് കൃപമോളോട് നേരിട്ട് ചോദിച്ചോളൂ, അവൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് ആൻറ്റിയമ്മ കൃപയെ വിളിക്കുന്നുണ്ട്. കൃപ വന്ന് എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ ആൻറ്റിയമ്മ പറയുന്നുണ്ട്, സാവിത്രി വന്നിട്ടുണ്ട്, അവൾക്ക് നിന്നോട് എന്തോ പറയണമെന്ന് പറഞ്ഞു, എന്താണെന്ന് ചോദിച്ചു നോക്കുമെന്ന് പറയാണ്. കൃപ അങ്ങനെ എന്താണ് ചേച്ചി കാര്യമെന്ന് ചോദിക്കുമ്പോൾ സാവിത്രി പറയുന്നുണ്ട്, എന്നാലും എൻ്റെ മോളെ നിനക്ക് ഇങ്ങനെ പറ്റിയല്ലോ, നീയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും പോകുമ്പോൾ എന്നും ഞങ്ങൾ പറയും തങ്കം പോലെ ഒരു കൊച്ചാണെന്ന്, എന്നിട്ട് മോൾക്ക് ഇങ്ങനെ ഒരു ചതി പറ്റിയില്ലേ, ഇനി പുറത്തൊന്നും പോവണ്ടാട്ടോ മോളെ. ഇനി കാണുന്നവര് കുത്തി ഓരോന്ന് ചോദിക്കും, എന്താ മോൾക്ക് വല്ല ചതിയും പറ്റിയതാണോ അതോ ഇപ്പോഴത്തെ ആണുങ്ങളുടെ നോട്ടവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മോള് സ്വയം അങ്ങനെ ചെയ്തതാണോ? ഇനിയിപ്പോൾ എന്തായാലും പുറത്തേക്കൊന്നും പോവണ്ട, സ്വന്തം കുടുംബത്തിന് മോളായിട്ട് സങ്കടം വരുത്തണ്ട, പുറത്തൊന്നും വന്ന് നിൽക്കണ്ട, മുറി തന്നെ ഇരുന്നാൽ മതി, ആരെങ്കിലും ഒരാളെ മുറിയിലിരിക്കാൻ കൂട്ടിന് വിളിച്ചോ, മനസ്സിലെന്തെങ്കിലും അരുതാത്തത് തോന്നിപ്പോയാൽ തടയാൻ ഒരാളെങ്കിലും വേണ്ടേന്ന് സാവിത്രി അങ്ങനെ പറയാണ്. എന്നാൽ സാവിത്രിക്ക് നല്ല തക്ക മറുപടി തന്നെ കൃപ കൊടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും തിരക്കാണ് ആൻറ്റി, അങ്ങനെ എല്ലാ സമയത്തും എനിക്ക് കൂട്ടിയിരിക്കാൻ ആരും ഉണ്ടാവില്ല, അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ഞാൻ കുറച്ച് ദിവസം ആൻറ്റിയുടെ വീട്ടിൽ വന്ന് നിൽക്കാം, ആൻറ്റിക്കാവുമ്പോൾ എന്നെ നല്ലോണം ശ്രദ്ധിക്കാൻ കഴിയുമല്ലോ എന്നെല്ലാം കൃപ അങ്ങനെ പറയുമ്പോൾ സാവിത്രി പറയുന്നുണ്ട്, ഇതെന്താണ് ഈ കൊച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്, നല്ലത് ഉപദേശിക്കാൻ വന്നപ്പോൾ എനിക്ക് തന്നെ ഇട്ട് പണി തരികയാണോ എന്ന് ചോദിക്കുമ്പോൾ കൃപ പറയുന്നുണ്ട്, ആൻറ്റി നല്ലത് ഉപദേശിക്കാൻ വരുന്ന ആളെ എനിക്ക് കൃത്യമായിട്ട് തന്നെ അറിയാം, പക്ഷേ ഇപ്പോൾ ആൻറ്റി വന്നത് ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ അത് നാട്ടിൽ ചെന്ന് വിളമ്പാൻ വേണ്ടിയല്ലേ, എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അത് ചോദിക്കാനും അന്വേഷിക്കാനും എന്നെ സമാധാനിപ്പിക്കാനും എൻ്റെ വീട്ടുകാരുണ്ട് ഇവിടെ, അതിന് പുറത്തുനിന്ന് ഒരാളെ എനിക്ക് ആവശ്യമില്ല, ആവശ്യമുള്ളപ്പോൾ ഞാൻ വിളിക്കാം, ഞാൻ വേണമെങ്കിൽ ഇവിടെ ഹോളിലിരിക്കും, പുറത്ത് വന്ന് നിൽക്കും, പുറത്തോട്ട് പോവും, അതിന് ആൻറ്റിക്ക് എന്താ എന്നെല്ലാം കൃപ തിരിച്ചങ്ങനെ ചോദിക്കുമ്പോൾ സാവിത്രിക്ക് തിരിച്ച് മറുപടിയൊന്നുമില്ലാതെ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് വേഗം തന്നെ അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. പിന്നീട് ആൻറ്റിയമ്മ കൃപയോട് പറയുന്നുണ്ട്, എനിക്ക് സാവിത്രിയെ പറഞ്ഞയക്കാനേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ നീ തന്നെ ഇത് കൈകാര്യം ചെയ്യട്ടെ എന്ന് വിചാരിച്ചു, എൻ്റെ മോള് പുലിക്കുട്ടിയാണോ എന്ന് എനിക്കറിയണ്ടേ എന്നങ്ങനെ ആൻറ്റിയമ്മ പറയുമ്പോൾ കൃപ പറയുന്നുണ്ട്, ഞാൻ പുലിക്കുട്ടി തന്നെയാണ് ആൻറ്റിയമ്മേ, പുലിക്കൂട്ടിലല്ലേ ഞാൻ ജനിച്ചു വളർന്നത് എന്ന് കൃപ അങ്ങനെ വളരെ സന്തോഷത്തോടെ ആൻറ്റിയമ്മയോട് ചിരിച്ചുകൊണ്ട് പറയാണ്. അതിനുശേഷം സാഗറും സുജുവും കൃഷും ദേവ്ജിയും കൂടി ഡൈനിങ് ടേബിളിൽ അങ്ങനെ ഇരിക്കുകയാണ്. രാഹുലിനെ വെയിറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കൺമണിയും വരുന്നുണ്ട്. കൺമണിയെ കാണുന്നതും സുജു അങ്ങനെ സന്തോഷത്തോടെ സംസാരിക്കുകയാണ്. പിന്നീട് കൺമണി ദേജിയോട് പറയുന്നുണ്ട്, ദേജി എങ്കിൽ പിന്നെ സമയമായി, നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിക്കുകയാണ്. കൃഷപ്പ പറയുന്നുണ്ട്, കൺമണി നിങ്ങൾ പോവരുത്, നിങ്ങൾ കൂടി ഇവിടെ ഉണ്ടാവണം, കുറച്ച് ഇമ്പോർട്ടൻ്റ് തീരുമാനങ്ങൾ എടുക്കാനുണ്ട്, അതിന് നിങ്ങൾ കൂടെ വേണമെന്ന് കൃഷ് അങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രാഹുൽ വരികയാണ്. എല്ലാവരെയും ഒരുമിച്ച് കാണുന്നതും രാഹുൽ അങ്ങനെ എല്ലാവരോടും വളരെ സന്തോഷത്തോടെ പരിചയം പുതുക്കുന്നുണ്ട്. സാഗറപ്പ പറയുന്നുണ്ട്, രാഹുലിനെ പോലെ ഒരു ഫ്രണ്ടിനെ കൃഷിനെ കിട്ടിയത് ഭാഗ്യമാണെന്ന് പറയുമ്പോൾ രാഹുൽ പറയുന്നുണ്ട്, കൃഷിനെ പോലെ ഒരു ഫ്രണ്ടിനെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ് അങ്കിൾ എന്നങ്ങനെ പറയുകയാണ്. അങ്ങനെ ബിസിനസ്സിനെ കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുന്നേ എല്ലാവരും കൂടി ഒന്ന് സന്തോഷത്തോടെ അങ്ങനെ സംസാരിച്ചു നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.